വെൽക്കം ബാക്ക് എവറി വൺ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ ട്രാൻസ്ഫർ ന്യൂസിനെ കുറിച്ചാണ്. കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ഒരു ട്രാൻസ്ഫർ വാർത്ത തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ പുതിയ മാനേജ്മെന്റ് ഒക്കെ വന്നതിന് ശേഷം നടത്തിയിട്ടുള്ള ആദ്യത്തെ സൈനിങ് ആണ്. ഡച്ച് ഫോർവേഡ് ആയിട്ടുള്ള ജോഷുവ സിക്സിയെ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോൾ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. 40 മില്യൺ പ്ലസിന്റെ ഒരു ഡീലാണ് യുണൈറ്റഡ് സൈൻ ചെയ്തിട്ടുള്ളത്. 5 വർഷത്തെ കോൺട്രാക്ട് പുള്ളിക്ക് ഓഫർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ടെന്നാഗും ഡച്ച് ടീമുമായിട്ടുള്ള കണക്ഷൻസ് ഒക്കെ നമുക്കറിയാം. പുള്ളി കറക്റ്റായിട്ട് ഇവാലുവേറ്റ് ചെയ്തതിന് ശേഷമായിരിക്കാം സിക്സിയെ ഇപ്പൊ ടീമിലേക്ക് എത്തിച്ചിട്ടുള്ളത്. എന്തായാലും ഹോലാൻഡിനൊപ്പം കളിക്കാൻ പോകുന്ന ഒരു പ്ലെയറാണ്. ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ടീമിലേക്ക് കൊണ്ടുവരും എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇതുപോലെ തന്നെ വളരെ പ്രതീക്ഷയോടെ വന്നിട്ടുള്ള മറ്റൊരു ഡച്ച് പ്ലെയറെ പറ്റിയിട്ട് നമുക്കിവിടെ പറയേണ്ടതുണ്ട്. അയാക്സിൽ നിന്ന് യുണൈറ്റഡ് സൈൻ ചെയ്തിട്ടുള്ള ഡോണി വാൻഡബേക്ക് ഇപ്പോ ജിറോണയിലേക്ക് പെർമനന്റ് ആയിട്ട് പോയിട്ടുണ്ട്. 500K പ്ലസ് ആഡ് ഓൺസ് കൊണ്ടിട്ടാണ് ഈ ഒരു ഡീൽ ഇപ്പൊ സൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ 3 മില്യൺ മുതൽ 15 മില്യൺ വരെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ഡീലാണ്. നമുക്കറിയാം അയാക്സിൽ കിടുവായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയറാണ്. പക്ഷേ യുണൈറ്റഡിലേക്ക് വന്നതിന് ശേഷം നമ്മൾ എക്സ്പെക്ട് ചെയ്ത പെർഫോമൻസ് പലപ്പോഴും പുള്ളിയുടെ സൈഡിൽ നിന്ന് കണ്ടില്ല. അത് മാത്രമല്ല, വേണ്ട രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി പുള്ളിക്ക് കിട്ടിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇഞ്ചുറിയും മറ്റു കാരണങ്ങളും കാരണം കിട്ടിയില്ല എന്ന് പറയേണ്ടി വരും. ഇപ്പോ ടീമിനും പുള്ളിക്കും പറ്റിയ ഒരു ട്രാൻസ്ഫർ തന്നെയാണ് ഇത് പറയാതിരിക്കാൻ വയ്യ. ഇപ്പൊ ചെൽസിയുടെ കാര്യം എടുത്തു പറയേണ്ടതുണ്ട്. ഇപ്പൊ ലെസ്റ്റർ സിറ്റിയിൽ നിന്നും 2 ദിവസത്തിന് മുമ്പാണ് ഡ്യൂസ്ബറി ഹാളിനെ മരസ്ക സൈൻ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം ലെസ്റ്ററെ വെച്ചിട്ട് ചാമ്പ്യൻഷിപ്പ് അടിച്ചിട്ടുള്ള ഒരു കോച്ചാണ്. പുള്ളിക്ക് ആ മിഡ്ഫീൽഡിനെ പറ്റി വളരെ കൃത്യമായിട്ട് തന്നെ അറിയാം. അതിന് നെടുന്തൂണായിട്ടുള്ള ഈ ഒരു ഡ്യൂസ്ബറിയാണ് 30 മില്യൺ കൊടുത്തിട്ട് മരസ്ക സൈൻ ചെയ്തിട്ടുള്ളത്. ഇതെന്തായാലും ചെൽസിക്ക് ഗുണം ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോ ലെസ്റ്ററിൽ കാണിച്ചിട്ടുള്ള ആ ഒരു പെർഫോമൻസ് ചെൽസിയിലും ആവർത്തിക്കാൻ ഡ്യൂസ്ബറിക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇപ്പൊ ലിവർപൂളിന്റെ കാര്യം നമുക്കറിയാം. ലിവർപൂള് കാര്യമായിട്ടുള്ള ട്രാൻസ്ഫർ റൂമേഴ്സ് ഒന്നും നമ്മൾ കേൾക്കുന്നില്ല. ജാവോ നെവസിനെ സൈൻ ചെയ്യും എന്നുള്ള വാർത്ത റൂമറായിട്ട് പരക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ബെൻഫിക്ക എന്തായാലും നല്ലൊരു എമൗണ്ട് ചോദിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അറ്റ്ലീസ്റ്റ് 80 മില്യൺ ടു 120 മില്യന്റെ ഇടയ്ക്ക് ബെൻഫിക്ക ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം യങ് ടാലന്റഡ് മിഡ്ഫീൽഡർ ആണ്. നല്ല രീതിയിലുള്ള കോൺട്രിബ്യൂഷൻ പോർച്ചുഗീസ് ടീമിലും കൂടാതെ ബെൻഫിക്കയിലും ഒക്കെ നടത്തിയിട്ടുള്ള ഒരു പ്ലെയർ ആണ്. ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ക്രൂഷ്യൽ സൈനിങ് തന്നെ ആയിരിക്കും. അപ്പൊ എന്തായാലും കൂടുതൽ വാർത്തകൾക്കായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. കസമീറോ യുണൈറ്റഡ് വിടും എന്നുള്ള വാർത്ത ഏതാണ്ട് കൺഫേം ആയി കഴിഞ്ഞു. ഇപ്പോ സൗദി ലീഗിലുള്ള പല ക്ലബ്ബുകളും പുള്ളിക്കായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം എൻകാഷ് ചെയ്യുക എന്നുള്ളതായിരിക്കും പ്രധാനപ്പെട്ട ഒരു ജോലി. പുള്ളിയെ ഒരു നല്ല രീതിയിൽ സെല് ചെയ്തുകൊണ്ട് ആ പൈസ റീഇൻവെസ്റ്റ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് ആയിരിക്കും. അപ്പോ ആർസണലിന്റെ സൈഡ് നമുക്കറിയാം, ആർസണൽ ഡിഫൻഡറെ തപ്പി ഇറങ്ങിയിട്ട് വളരെ നാളുകളായി. ഇപ്പോ റിക്കാർഡോ കലഫിയോറിയെ ഏതാണ്ട് സൈൻ ചെയ്തു എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. 42 മില്യന്റെ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ടെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. 5 വർഷത്തെ ഒരു ഡീലാണ് കലഫിയോറിക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം സലീബയും ഗബ്രിയലും അടങ്ങുന്ന ഒരു നല്ല ഡിഫൻസീവ് നിര തന്നെ ആർസണലുണ്ട്. കലഫിയോറി കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ആർട്ടറ്റയ്ക്ക് സാധിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ആ ഒരു ബാക്ക് ലൈൻ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആർട്ടറ്റ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ടോട്ടനമിന്റെ കാര്യം നിങ്ങൾക്കറിയാം. എമേഴ്സൺ റോയൽ AC മിലാനിലേക്ക് പോകും എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. 15 മില്യൺ ടു 25 മില്യൺ ഇടയ്ക്കുള്ള ഒരു ഡീലായിരിക്കും അവർ സ്ട്രൈക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ കമന്റ്സ് താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.